ഇവന്റെ ഇഷ്ടത്തിനാണ് ഇവന്റെ ഇവിടെ നിൽക്കുന്നത്. ഇവർക്ക് ഇവന്റെ ഉമ്മാനെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണ്. പിന്നെ കുറെ ആൾക്കാർ പറയും പാലക്കാട് കുറെ ആൾക്കാർ പറഞ്ഞ ആശിനെ വിടുന്നില്ല അത് 100% സത്യമല്ലേ? ഇവർക്ക് ഇവന്റെ ഉമ്മാനെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണ്. പിന്നെ കുറെ എന്റെ ഉമ്മാന്റെ ഉമ്മ ഇതിനെ കുറെ സാധനങ്ങൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് അധികം വന്ന കമന്റ് ആഷിക്കും ഒരു ഉമ്മയുണ്ട്, അപ്പൊ അതുകൊണ്ട് എന്താണ് ഞാൻ ഒരിക്കലും ആഷിനെ പിടിച്ചില്ല. ഞങ്ങൾ ഞാൻ ആഷിനെ പിടിച്ചിട്ടോ പോവാൻ സമ്മതിക്കാണ്ടോ അല്ല. ആഷിക്ക് എന്തിനാടാ പട്ടി കഴിവേറി മക്കളെ നിങ്ങൾ ഇങ്ങനെ ആ പാവം പിടിച്ച തള്ളനെ ഇങ്ങനെ പറ്റിക്കുന്നു? നിങ്ങള് നാട്ടുകാരുടെ മുമ്പിൽ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത്? എന്ത് തെറ്റാ ഞങ്ങളോടൊക്കെ ചെയ്തത്? എന്ത് വായ പൊളിച്ച എന്തും കണ്ടന്റ് ആക്കി മാറ്റിയിട്ട് ആ സ്വന്തം തള്ളനെ വണ്ടി എടുത്തിട്ട് ആദ്യം തന്നെ പോണത് ഉമ്മാനെ കാണാൻ. അപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇപ്പോൾ ബസ് അതൊന്നുമില്ല പാലക്കാട് ആ മറ്റെന്താണ് ബ്ലോക്കിൻ്റെ അവിടെ വരെ പോകാൻ എനിക്ക് വണ്ടി കിട്ടത്തില്ല. തെയ്യാങ്കത്തരികെടുത്ത എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആശിയുടെ ഉമ്മാനെ പോയിട്ട് ആശിയുടെ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എടാ നരനായി പെരുന്നാൾ കഴിഞ്ഞു, റമളാൻ കഴിഞ്ഞു, ഉപ്പാടെ ആണ്ട് കഴിഞ്ഞു, ഉപ്പാടെ ഇതുകൾ കഴിഞ്ഞു, ഉപ്പാടെ ഓരോ സംഭവങ്ങൾ കഴിഞ്ഞു. എന്നെങ്കിലും ആ ഉപ്പാൻ്റെ കബറിങ്ങളൊന്ന് പോയിട്ട് സലാം പറഞ്ഞിട്ടുണ്ടോ? അവിടെ നിന്നെ ഇഷ്ടപ്പെട്ട് വളർത്തിയിരുന്ന നിന്റെ ഉമ്മാടെ അനുജത്തി എളാമ മരണപ്പെട്ടു. നീ പോയോ? നീ ഈവൻ്റെ മൂലവും മണത്തിട്ട് ഉണക്കമീൻ മണത്തിട്ട് പൂച്ച നടക്കുന്ന മാതിരി പിന്നാലെ നടക്കുക എന്നല്ലാതെ ഈ പോയോ? എന്നിട്ട് ഇപ്പൊ കാറെടുത്തപ്പോ കാറല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, അതെടുപ്പിച്ചിട്ട് ഇപ്പൊ പോവുക. നാണം ഉണ്ടോടെ കൈതേ? തീട്ടാണോ നീ തിന്നിരുന്നത്? അവറ്റ വാരി തന്നത് എനിക്ക് തീട്ടൊന്നുമല്ല, ചോറല്ലായിരുന്നോടാ. ആ രക്തത്തിനെ മുലപ്പാലാക്കിയിട്ട് തന്നതല്ലടാ തള്ള. അതിനൊന്ന് പോയി കണ്ടൂടെ നായി എനക്ക്? എനിക്കൊന്നും കൊടുക്കണ്ട, എൻ്റെ അടുത്ത് ഒന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല, പെറ്റില്ല എന്നുള്ളതിൽ. ആ പാവം പറയുന്ന ആ സാധു പറയുന്ന ഓഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ മുന്നേ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇന്നലെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ ഈ പേക്കൂത്ത് ആ മഹാസാധു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ നിൻ്റെയൊക്കെ ഉദ്ദേശം? അല്ല അറിയാനിട്ട് ചോദിക്കുക. എന്നെ ഇതെന്ന് റേഷൻ കാർഡിലില്ല, എൻ്റെ പേര് ഇതിലില്ല, ഒന്നിലുമില്ല. എന്നെ ഒഴിവാക്കിയ പേരെന്ന്. എന്നിട്ട് പറയാം ഞാൻ പോയി കാണുന്നുണ്ടല്ലോ. അതെന്താ? ഇവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുക്കുന്ന ഊളകളോട് പറയാനുള്ളത് നാണമില്ലടാ. നാട്ടിൽ ഈ ഒന്നുമില്ലെങ്കിലും ചത്തവൻ്റെ മൂഞ്ചാൻ പോയിക്കൂടെ നിങ്ങൾക്ക്? ഇവരെങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വിട്ടുന്നതിന് ബെറ്റർ അതല്ലേ? സ്വന്തം തള്ളനെ പറ്റിച്ചിട്ട് അനാവശ്യം പറഞ്ഞ് ഇവന് വൺ ടൈമായിട്ട് അനാവശ്യം പറഞ്ഞു വിടുമല്ലോ വാട്സപ്പിൽ ആ തള്ളനെ. അതിനിത് അറിയില്ലല്ലോ, വയസ്സായതല്ലേ. ഇത് അമർത്തി വരുമ്പോൾ ഇത് കേട്ട് വരുന്നിട്ട് ഇത് ആർക്കെങ്കിലും ഷെയർ ആക്കാനോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഇതിന് പ്രതികരിക്കാൻ നിൽക്കുമ്പോഴേക്കും ഡിലേറ്റ് ആക്കും. വായ പൊളിച്ച അനാവശ്യമില്ലാതെ പറയില്ലേ കള്ളക്കുണ്ടൻ. എന്നിട്ട് തെറി വിളിച്ചിട്ട് ആ മഹാസാധുവിനെ അത് കരഞ്ഞിട്ട് പറയാം. ഞാൻ അതിനോട് 3 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച ആളാണ്. അത് പറയുന്നത് കേട്ടോ, അതിൻ്റെ കണ്ണിന്ന് ഇങ്ങനെ ചോര വരുന്നു, അമ്മാതിരി അയക്കണത് പാവം. എന്തില്ലേ പെറ്റിട്ട് ആ ഒരു കുറച്ച് ദിവസം കൊണ്ടാണ് മരിച്ചു പോയിക്കാണെങ്കിൽ അത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് സമാധാനത്തിലിരിക്കായിരുന്നു. അല്ലെങ്കിൽ അത് കുറച്ച് വലുതായിട്ടാണെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ് പറയുന്നത്. ഇതുപോലെ ആണും പെണ്ണും കെട്ട ഒരുത്തൻ്റെ മൂലവും താങ്ങിയിട്ട് ഈ പൂച്ച ഉണക്കമീൻ്റെ പിന്നാലെ പോകുന്ന പോലെ മണപ്പിച്ച് നടക്കുന്ന നിന്നെയൊക്കെ എന്നിട്ട് പറയും ഞാൻ ഇതെടുത്തിട്ട് ഉമ്മാനെ കാണാൻ പോകും, ആശുകാശിൻ്റെ വരെ പോകാമല്ലോ, ഞങ്ങൾക്ക് സ്നേഹം കൊണ്ട് പിരിയാൻ. ആണുവോ ഈ കോല് കളിക്കാൻ വേണ്ടിയിട്ടോ? ഒരു എത്തികെട്ട ചേറ്റകൾ, നാണമില്ലടാ ഊളകൾ നിങ്ങൾക്ക്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത്. മോശം.